വെൽക്കം ടു മലയാളീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നല്ല വ്യത്യസ്തമായൊരു വിഭവമാണ്. എന്നും പുതുമയാർന്ന നല്ല വ്യത്യസ്തമായ വിഭവങ്ങളുമായിട്ടാണ് മലയാളീസ് കിച്ചൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഈ വീഡിയോസുകളൊക്കെ എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ എന്താണ് നല്ലൊരു ഡിഷാണ്, നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലയാളീസ് കിച്ചൻ. ഞാൻ ഉമാകൃഷ്ണൻ. ഇന്ന് കരിക്ക് വെച്ചിട്ട് ഇളനീര് അത് ബേസ് ചെയ്ത് കുറച്ചും കൂടി പാകമായ കരിക്ക് വെച്ചിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കാം. അപ്പം വെള്ളയപ്പമൊക്കെ നമ്മൾ തയ്യാറാക്കില്ല, അതുപോലെ നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തയ്യാറാക്കാം. അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ഒരു 2 വലിയ കരിക്കിൻ്റെ ഒരു ചിരകിയ അതിൻ്റെ ഉൾഭാഗമാണ്. അതിൻ്റെ നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല സ്വീറ്റ്, നല്ല മധുരമുള്ള കരിക്കാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ എടുക്കുമ്പോഴത്തേനും മധുരം അത് നോക്കണ്ട. എന്തായാലും ഞാനിവിടെ ഒരു 2 വലിയ കരിക്കിൻ്റെ ഉൾഭാഗമുണ്ട്. അതുപോലെ 4 ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നാഴി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ 4 ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ, അപ്പോൾ 2-3 മണിക്കൂറായിട്ട് ഞാൻ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇതും നമുക്ക് ഈ തേങ്ങയും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പത്തിൻ്റെ പാകത്തിന് നമുക്ക് അരി അരച്ച് അതുപോലെ നമുക്ക് ഈ കരിക്കും കൂടി അരച്ചെടുക്കാം. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കള്ളൊന്നും ചേർക്കുന്നില്ല. പക്ഷേ നമുക്ക് കരിക്കും വെള്ളത്തിനെ ആ ഒരു മെത്തേഡിലാക്കിക്കൊണ്ട് നമുക്ക് കള്ളിൻ്റെ ആ ഒരു രൂപത്തിലാക്കി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അതിന് ഞാനിവിടെ കരിക്കും വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിക്കും വെള്ളം ഞാൻ ഈ 2 കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും ഈസ്റ്റും ഇട്ട് വെക്കണം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും ഈസ്റ്റും ഇട്ടതിന് ശേഷം നാളെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 8 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ അരച്ച അരപ്പ് പാകമായി കഴിയുമ്പോൾ നമുക്കിതിൽ ചേർക്കണം. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം നമുക്ക് ആദ്യം അരിയും ഈ കരിക്കും കൂടി ഞാൻ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം അരി ഒന്ന് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഒന്ന് അരഞ്ഞ് ഇപ്പോൾ കരിക്കായതുകൊണ്ട് തന്നെ കരിക്ക് മാത്രം അരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ അരിയുടെ കൂട്ടത്തിൽ കരിക്ക് കൂടിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം കുറച്ച് അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ അരിയിലേക്ക് കുറച്ച് തേങ്ങ അല്ലെങ്കിൽ കരിക്കും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അരിയും കരിക്കും കൂടി എടുത്ത് അരച്ചിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കാര്യം ഇതിന് 8 മണിക്കൂർ നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പം ഇത് ഞാൻ കുറച്ച് കുഴിയുള്ള പാത്രം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിക്കും കൂടെ ചേർത്തത് കൊണ്ട് പുളിച്ച് പൊങ്ങി വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമുക്ക് ഒരു നൈറ്റ് ഫുള്ള് വെക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഞാൻ അത് കുഴിഞ്ഞൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ബാക്കിയുള്ള അരിയും അതുപോലെ കരിക്കും കൂടി ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി അരച്ച് മാറ്റിയിട്ടുണ്ട്. അരിയും കരിക്കും കൂടി അരച്ചത് മാറ്റി. ഇനി നമുക്കിതിലേക്ക് ഒരു 1 കപ്പ് വരെ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. ചോറൊന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചോറ് അരയ്ക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പുഴുക്കലരി അരയ്ക്കാവുന്നതാണ്. പുഴുക്കലരി എടുക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ അരി എടുക്കുന്നു. അപ്പോൾ 3 നാഴി പച്ചരി എടുക്കുകയാണെങ്കിൽ നാഴി പുഴുക്കലരി എന്നുള്ള രീതിയിൽ എടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചോറ് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൂടി നമുക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അരിയും കരിക്കും അരച്ചതാണത്. അപ്പോൾ ഇതിപ്പോൾ ചോറ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു കരിക്കിൻ്റെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഞാനിവിടെ ഇത് കരിക്കിൻ്റെ വെള്ളമാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഈസ്റ്റ്, അതുപോലെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് നമുക്കങ്ങ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനിപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം ആ പഞ്ചസാര അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നാളെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട്, അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനാണ് തയ്യാറാക്കുന്നത്. അപ്പം 8 മണിക്കൂർ നമുക്ക് അപ്പം ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പം ഞാൻ അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. അതുപോലെ
ഈ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുകൂടി അടച്ചു വയ്ക്കാം. അപ്പം ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ ഇതും ഒന്ന് മാറ്റി നമുക്ക് കിച്ചൻ്റെ ഒരു സൈഡിലോട്ട് വയ്ക്കാം. അതുപോലെ നമ്മൾ അരി അരച്ചതും കൂടി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി അടച്ച് വയ്ക്കാം. നമുക്കൊരു 8 മണിക്കൂറിന് ശേഷം നോക്കാം. അപ്പം ഏകദേശം 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കരിക്കും വെള്ളത്തിൻ്റെ അതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് പുളിച്ചിട്ട് ആ ഒരു കള്ളിൻ്റെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാതെ. ഇത് ടൈറ്റായിട്ടാണ് ഞാനിത് അരച്ച് വെച്ചിരുന്നത്. ഞാനിപ്പോൾ പകുതി ഒഴിച്ച് കഴിഞ്ഞ് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇനിയിപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് കണ്ടോ പതഞ്ഞ് വരുന്നുണ്ടോ. നമ്മളത് ഒഴിച്ചപ്പോഴത്തേക്കിനും ആ ഒരു കരിക്കും വെള്ളം കൂടി ഒഴിച്ചപ്പോഴത്തേക്കിനും നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ പതയുന്നുണ്ടോ, പതഞ്ഞ് വരുന്നുണ്ടോ. നമ്മുടെ ബാറ്റർ എന്ന് വെച്ചാൽ അപ്പത്തിൻ്റെ ബാറ്റർ റെഡിയായിട്ടാണ്. ഞാനത് മുഴുവനും ഇതിനകത്ത് ഒഴിച്ചായിരുന്നു. അപ്പോൾ നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു 20 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കിനും കുറച്ചുകൂടി മയം കിട്ടാനായിട്ട്. അപ്പം ഏകദേശം 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്ട് നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അപ്പം ചുട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ അപ്പച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് അപ്പത്തിന് അരച്ച മാവ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞ് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങി വന്നതാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ നല്ല ബ്ലഫി ആയിട്ട് നല്ല നടുക്കൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതായത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ്. അതുപോലെ നമുക്ക് കള്ളൊഴിക്കാതെ തന്നെ നമ്മൾ ഈസ്റ്റും ആ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മെല്ല് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരു 2-3 എണ്ണം കൂടി ആക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. കാര്യം നമുക്ക് ഇപ്പം ഷാപ്പിലൊക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് കരിക്കും വെള്ളം എടുത്ത് നമ്മൾ അപ്പത്തിന് അരയ്ക്കുമ്പം ജസ്റ്റ് ഒന്ന് കട്ടിക്ക് അരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ കരിക്കിൻ്റെ വെള്ളം എടുത്ത് ഈസ്റ്റും പഞ്ചസാര ഇട്ടിട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒരു രാത്രി ഫുള്ള് വെക്കുക. പിറ്റേന്ന് നമ്മൾ മാവെടുത്ത് കലക്കുന്ന കൂട്ടത്തിൽ ഈ കരിക്കിൻ്റെ വെള്ളം നല്ലതായിട്ട് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ലൂസായിട്ടുള്ള അപ്പത്തിൻ്റെ പരുവത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് ആ ഒരു കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് എടുക്കുക. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളൊഴിക്കാതെയുള്ള തന്നെ നമുക്ക് കള്ളപ്പം വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം കൂടെ തയ്യാറാക്കാം. അപ്പോൾ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇവിടെയൊക്കെ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല സോഫ്റ്റാണ്. അപ്പം ഞാനിവിടെ ഉള്ളി റോസ്റ്റ് വീഡിയോ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഉള്ളി റോസ്റ്റിൻ്റെ. അപ്പോൾ ആ ഉള്ളി റോസ്റ്റും നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം കണ്ടുപോകണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കാണാനായി ഈ ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല ഡിഷസുമായി നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.